ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു സംരംഭം തുടങ്ങാം, അല്ലെങ്കിൽ എന്ത് സംരംഭം തുടങ്ങി വിജയിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് പലരും ഓർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, എബ്രോഡ് ജോലി ചെയ്തിട്ട് വന്ന് ഇവിടെ കേരളത്തിൽ വന്നിട്ട് എന്തൊരു സംരംഭം തുടങ്ങും, അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ പ്രായമായവർ വളരെ കുറഞ്ഞ മുടക്കിൽ അവരുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്, അങ്ങനെ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ബ്രോയിലർ ഫാമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ കേവലം 12 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. 12 ദിവസമായതേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുവാനായിട്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾക്ക് നഷ്ടത്തിലേക്ക് പോകില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ ഒരു 3 പാർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് കാണുക, ഉപകാരമുള്ളവർ ഈ സംരംഭം തുടങ്ങുക, അല്ലാത്തവർ ഇത് സ്ക്രോൾ ചെയ്ത് കളയുക, അത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്തവർ എന്ന് വെച്ചാൽ നമുക്കിതിൽ നിന്നും കൂടുതൽ റിസ്ക്കുകളൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, സ്വന്തമായി ഒരു 2 ഏക്കർ എങ്കിലും സ്ഥലമുള്ളവർ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്നാണെന്നറിയോ, ഒരു സിമ്പിളായിട്ട് ഒരു 5000-6000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാമിൻ്റെ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കാണുന്നതാണ്. ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ടിൻ ഷീറ്റാണ്. ഇതിൻ്റെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടില്ലേ, തൂണുകളിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതുണ്ടോ, തറയെന്ന് പറയുന്നത് 2 ബ്രിക്സിൻ്റെ കോമ്പൗണ്ട് വാൾ പോലെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകം വെറും മണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണിക്കുന്നത് അരക്കപ്പൊടിയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ സിമെൻറ്റ് ചുമ്മാതെ പൂശി വിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് സംഭവം. ഇതുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതങ്ങ് വരെ കാണാൻ പറ്റും. ഇത് 5600 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാമാണ്. ഇവിടെയെല്ലാം കിടപ്പുണ്ട്. ഇതിപ്പം ഒരു റൗണ്ടാണ് ഈ കാണുന്നത്. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തൊരു 3 റൗണ്ടും കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ പ്രാഥമികമായ സ്റ്റേജ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം കോഴിയെ ബ്രോയിലർ ഫാം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ 12ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ കാണുന്നത്. 12 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്ട്രാ കെയർ കൊടുക്കണം അവർക്ക്. ഇത് 2ാമത്തെ സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയാണ് ഞാനിപ്പം സെക്കൻഡ് പാർട്ടിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനെക്കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് സെക്കൻഡ് പാർട്ട് ഞാൻ ഉൾപ്പെടുത്തും. തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ്, ലാഭം, മുതൽ മുടക്കം എല്ലാം കൂടെ അവലോകനം ചെയ്യുന്ന ഒരു ഇതിലേക്കാണ് വരുന്നത്. ഇതാണ് കോഴി തീറ്റയാണ്, അവർക്കുള്ള ഫീഡാണിത് ഇരിക്കുന്നത്. ഇത് തേർഡ് പാർട്ടാണ്. ഏരിയ ഇങ്ങനെയാണ്. ഇതെല്ലാം 12 ദിവസമായ കുഞ്ഞുങ്ങളായി കാണുന്നത്. ബ്രോയിലർ ചിക്കാണ് കാണുന്നത്. ബ്രോയിലർ ചിക്കാണിത്. ഇതിൽ പൂവനുമുണ്ട്, പിടയുമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പൂവനും പിടയും എന്നുള്ളത്. പൂവനാണ് നമുക്ക് കുറച്ചുകൂടെ മുതൽക്കൂട്ട്. പക്ഷേ ഫാംകാർ തരുമ്പോൾ അവർ മിക്സായിട്ടേ നമുക്ക് തരികയുള്ളൂ. ഇതിലിപ്പോൾ ഇടുന്നു. പിന്നെ ഇത് നിങ്ങൾ റേഡിയോ പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റേഡിയോ വെച്ചിട്ടുണ്ട്. നമുക്ക്
മറ്റ് പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ ഈ കോഴി ഫാമെന്ന് പറഞ്ഞാൽ മുഴുവൻ നെറ്റ് കൊണ്ടാണ് നമ്മൾ ഇത് പ്ലാസ്റ്റിക് നെറ്റാണ് ഇത് മുഴുവൻ ചുറ്റും കവർ ചെയ്തിരിക്കുന്നത്. അപ്പം രാത്രിയിൽ ഇത് പൊട്ടിച്ചകത്ത് മരപ്പെട്ടി, കുറുക്കൻ, നമ്മുടെ നാടൻ പട്ടി, കാട്ടുപൂച്ച, പാക്കൻ എന്ന് പറയുന്ന സാധനം, പിന്നെ ഉടുമ്പ്, എലി, ഇവയൊക്കെ ഉപദ്രവകാരികളാണ്. പിന്നെ കീരി, പകൽ സമയത്തുണ്ടാകുന്ന ശല്യങ്ങളാണ് കീരി. ഇവയൊക്കെ വന്ന് ഈ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് കൊന്ന് ഇട്ടിട്ട് പോകും, ചിലത് തിന്നിട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട്. അപ്പം അവയിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ റേഡിയോ വെച്ചിരിക്കുന്നത്. അത് നിങ്ങളോട് കാണിച്ചു തന്നെ അതുകൊണ്ടാണ്. ഈ റേഡിയോ എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം പകൽ നമ്മൾ ആളില്ലാത്ത സമയത്തിൽ ഇതുങ്ങളിലേക്ക് ഉപദ്രവവും രാത്രിയിലും ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഈ സൗണ്ട്, മനുഷ്യൻ്റെ സംസർഗം അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഇവയൊക്കെ അകന്നു നിൽക്കും. അതിനു വേണ്ടിയാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. അപ്പം കണ്ടല്ലോ, ഇതാണ് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു കുടുംബത്തിനാവശ്യമായ വരുമാനം നമ്മൾക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ബ്രോയിലർ ചിക്കൻ ഫാം. അപ്പോൾ ഇതിനാകെ വേണ്ടുന്നത് 35 അല്ലെങ്കിൽ 40 ദിവസമാണ് ആകെ വേണ്ടി വരുന്നത്. മനസ്സിലായല്ലോ? ഒരു എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 35 അല്ലെങ്കിൽ 40 ദിവസം ആകുമ്പോഴത്തേന് ഇതുങ്ങളെ അവർ തൂക്കി നമ്മൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമ്മളെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും. അവർ തന്നെ ഇത് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. തീറ്റയൊക്കെ സ്പോൺസർ ചെയ്യുന്ന അവർ തന്നെയാണ്. നമ്മൾക്ക് ഇതിനകത്ത് ഒന്നും ചിലവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫാം ഒരുക്കുക എന്നുള്ളതാണ്. ആദ്യം ഫാം ഒരുക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് ഉണ്ട്. അത് സെക്കൻഡ് മെറ്റീരിയൽസ് കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതില്ലെന്നെങ്കിൽ തന്നെ നമുക്ക് റെൻറ്റഡ് ആയിട്ട് തന്നെയും ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. അതിൽ നിന്ന് പ്രോഫിറ്റബിളായിട്ട് ആകുമ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വന്തം ആയിട്ട് ഫാമൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് റെൻറ്റഡ് ഫാമാണ്. റെൻറ്റഡ് ഫാം എന്ന് പറഞ്ഞാൽ ഞാൻ ഹയർ ചെയ്ത് കിടക്കുന്ന ഫാമാണിത്. അപ്പം ഈ ഫാമിനകത്ത് നമ്മളൊരു നിശ്ചിത തുക അവർക്ക് കൈമാറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസും കൂടെ കഴിയുമ്പോൾ ബാക്കി വരുന്നത് പ്രോഫിറ്റാണ് നമുക്ക്. പിന്നെ ഇതിനകത്ത് നമ്മൾ മിക്കവാറും ഉള്ളത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും 2 ലേബേഴ്സിനെ ഇതിനകത്ത് നിയമിക്കാറുണ്ട്. അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ലേബേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 40,000 രൂപ 50,000 രൂപയോളം നമുക്ക് ലാഭം കിട്ടും ലേബേഴ്സ് ഇല്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ലേബേഴ്സിൻ്റെ ഇവിടെ ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കാരണം ഇത് ബ്രോയിലർ ചിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടാണ്. അതുങ്ങളെ കെയർ ചെയ്യാൻ രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി നോക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസത്തിന് വളരെ എക്സ്ട്രാ കെയർ കൊടുക്കണം. കൂടാതെ നമ്മൾ ഇതുങ്ങൾക്കൊക്കെ തീറ്റി കൊടുക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. തീറ്റി കൊടുക്കണം, വെള്ളം കൊടുക്കണം, വാക്സിൻ കൊടുക്കണം. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആദ്യത്തെ 5-8 ദിവസത്തെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ലേബറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. നമുക്കത് നോക്കി കെയർ ചെയ്യാമെങ്കിൽ ആ പ്രോഫിറ്റ്, ആ ലേബർ ചാർജ് കൂടെ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതുണ്ടോ, ഇതിനകത്തൊക്കെ കൂടുതൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ടാർപ്പ പോലത്തെ വെറും പ്ലാസ്റ്റിക്. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളാകുമ്പോൾ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചുറ്റും ഇത് കെട്ടിക്കുന്നത്. കണ്ടോ, ഇത് കെട്ടിക്കുന്നത്. ഇത് നമ്മൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ പൊക്കി കൊടുക്കും. വെച്ചാൽ വയറ് വലിച്ച് വരുമ്പോൾ നമ്മുടെ വെൻറ്റിലേഷനിലെല്ലാം ഓപ്പണാക്കി കൊടുത്താൽ നല്ല വായു, ശുദ്ധവായു അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കും. പിന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇതില്ല, ഇപ്പം സന്ധ്യയാകുന്ന സമയമാണ്. ഇപ്പോൾ ഈ ലൈറ്റെല്ലാം ഞാൻ ഓണാക്കാനുള്ളതാണ്. ഇപ്പോൾ ഓണാക്കാൻ ഉള്ളതാണ്. ഇതൊക്കെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴാണ് ഇതൊക്കെ ഓപ്പൺ ആക്കുന്നത്. ഈ ഇതുണ്ടോ, ഇപ്പോൾ ഒരു റൗണ്ട് കണ്ടോ നിങ്ങൾ? ഇത് മെറ്റലിൻ്റെ ഷീറ്റാണ്. ഇതിങ്ങനെ റൗണ്ട് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇത് 5 ദിവസം കഴിയുമ്പോൾ ഇത് വലുതാക്കണം. 10 ദിവസം ആകുമ്പോൾ ഇച്ചിരി വലുതാക്കണം. അങ്ങനെ റൗണ്ട് വലുതാക്കി ആദ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരുമാതിരി ഒരു വട്ടമാകുന്നേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 500-600 കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചെറിയ റൗണ്ടായിരിക്കും. കാരണം അവർക്ക് ഇതുണ്ടോ, ബ്രൂഡർ എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ബ്രൂഡർ കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റില്ലായിരിക്കും. ഈ ലൈറ്റ് ഇത് കണ്ടോ,
ഈ സ്ക്വയറിൽ കാണുന്ന 4 ബൾബ് ചെറുത് മുകളിലോട്ട് നോക്കും. അപ്പോൾ മുകളിൽ ഇത് ബ്രൂഡർ എന്ന് പറയും. ഇത് എക്സ്ട്രാ കുഞ്ഞുങ്ങൾക്ക് ചൂടിന് വേണ്ടി 100-200 വാട്ടുള്ള ബൾബുകളാണ്. അത് താത്തിറക്കി കൊടുക്കുക. അതിനിടയിൽ അടിയിൽ വന്ന് നിങ്ങൾ ചൂടിന് വേണ്ടി കിടക്കുക. അത് 5-10 ദിവസം വരെ ഈ ബ്രൂഡർ ഇറക്കി കൊടുക്കണം നമ്മൾ. അപ്പം അത് ഇറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ ചൂട് ആവശ്യമാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ 10 ദിവസം മാത്രമേ, അത് കഴിയുമ്പോൾ അത് ഉയർത്തി കിട്ടും. ഇപ്പം 10 ദിവസം കഴിഞ്ഞില്ല, 12 ദിവസം ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ചൂടിൻ്റെ ആവശ്യമില്ല. ഇതുങ്ങളൊക്കെ തന്നെ സ്വയം പര്യാപ്തി ആയതാണ്. അപ്പോൾ ഈ റൗണ്ട് അത് കഴിയുമ്പോൾ വലുതാക്കും. അങ്ങനെ വലുതാക്കി ഇനിയിപ്പം 15 ദിവസം കഴിയുമ്പോൾ ഈ റൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടോട്ടേക്കൊക്കെ അതുങ്ങൾ പാസ് ചെയ്യും. ഫുൾ ഓപ്പൺ ആക്കി കൊടുത്താൽ അവർക്ക് ഓടി നടക്കാനുള്ള ഇത് കണ്ടീഷനാണ്. അപ്പോൾ ഇതുണ്ട്, ഇത് ഫീഡറാണത്, അവർ ഫീഡറാണ്. ഇത് ഇങ്ങനെ ഇതുണ്ട്, ഇത് ഇവിടുന്ന് താഴോട്ട് ഈ വയർ ഇറക്കി കൊടുക്കും. എന്നിട്ട് നിങ്ങൾ കഴിക്കാവുന്ന ഭാഗത്തിൽ താഴോട്ടാവും. ഇത് അവർക്ക് ആവശ്യമുള്ള വെള്ളമാണ്, വാട്ടർ. ഇതും ഓട്ടോമാറ്റിക്കാണ്. ഇത് തന്നെ താഴോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള പൊക്കത്തിലാക്കി കൊടുക്കുമ്പോൾ അതുകൊണ്ട് അതിനകത്ത് കുടിച്ചോളും. അപ്പോൾ ഇതെല്ലാം താഴോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ ഇതുങ്ങൾ ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ 15 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടോ ഈ റൗണ്ട് എടുത്ത് മാറ്റുന്നത്. അത് 45 ദിവസം കഴിയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മളിത് അടുത്ത കുഞ്ഞുങ്ങൾ വരുമ്പോഴെല്ലാം ഇതുപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടോ, ഇതുങ്ങൾ 15 ദിവസം കഴിയുമ്പോൾ തന്നെ സ്വയം പര്യാപ്തതയായിക്കണം. ഇതുണ്ട്, ഇതുങ്ങളിങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ കിടന്ന് അവരവരുടേതായ തീറ്റ കഴിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ അതുങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോളും. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതുങ്ങളെ ഏറ്റവും കെയർ ചെയ്യേണ്ടത് രാത്രിയിൽ. ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് ചുറ്റും കാണുന്നുണ്ട്. ഇത് മുഴുവൻ റബ്ബർ തോട്ടങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഫോൺ താഴെ പോയതുകൊണ്ട് റബ്ബർ തോട്ടമാണ് കണ്ടോ, അത് കാണുന്ന മുഴുവൻ റബ്ബർ തോട്ടം. ഇത് അങ്ങോട്ട് മുകളിലോട്ടെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കുന്നിന് പുറമാണ്, അത് മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. ഇതിനകത്തു നിന്നൊക്കെ രാത്രിയിൽ ക്ഷുദ്രജീവികളിലെ ആക്രമണമൊക്കെ ഉണ്ടാകാം. അതാണ് ഏറ്റവും വലിയ ഇതുങ്ങളെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ അത് മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി. രാത്രിയിലൊക്കെ ഒന്ന് നോക്കുമോ, ഒന്ന് റൗണ്ട് അടിച്ചോ, ലൈറ്റ് വെച്ച് നോക്കിയാൽ ഈ എക്സ്ട്രാ കെയർ കൊടുത്താൽ ഒന്നും ഇതിനകത്ത് കിളുകൊണ്ട് ഇതിനകത്ത് ഈ നെറ്റൊക്കെ കടിച്ചു പൊട്ടിച്ചതിനകത്തൂടെ അകത്ത് കയറാൻ പറ്റും. ചെറിയ നെറ്റാണ്, അതൊന്ന് കടിച്ചു പൊട്ടിച്ചാൽ അതിനകത്ത് കയറാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ശുദ്ധജീവികളുടെ ആക്രമണം ശ്രദ്ധിച്ചാൽ മാത്രം മതി. കയറി കഴിഞ്ഞാൽ ഇതുങ്ങൾ ചുമ്മാതെ കടിച്ചു കൊന്ന് 5-10 എണ്ണത്തിനെ കൊന്നിടും. അപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി എടുത്താൽ ഈ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാമെന്ന് ഗൾഫ് റിട്ടേൺസ് പ്രായമായവരും അങ്ങനെ തിരിച്ച് വരുന്നവർക്കുമൊക്കെ നല്ലൊരു ബിസിനസ്സാണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു മാസം ഒരു 40,000-50,000 രൂപ കണ്ണുമടച്ച് ചെയ്യാൻ പറ്റും. ഒരു 5,000 ബ്രോയിലർ ചിക്കനുള്ള ഒരു ഫാമിൽ നിന്ന് നമുക്കൊരു 10,000-15,000 ഒക്കെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ 2 പേർക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്. ഇപ്പോൾ നിങ്ങൾ കാണുമായിരിക്കുന്നുണ്ടോ, എൻ്റെ കൈ കണ്ടോ, എൻ്റെ കൈക്കൊരു ഫ്രാക്ചർ വന്നിട്ട് ഞാൻ ഈ കൈ ഇട്ടുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇതുണ്ടോ, കൈക്ക് ഒരു മാസമായിട്ട് ഫ്രാക്ചറായിട്ട് എനിക്ക് ഒറ്റ കൈ കൊണ്ടുള്ള സ്വാധീനമേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ ഇതിനകത്ത് വന്ന് ഇതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആ കൈ കൊണ്ടൊക്കെ എനിക്ക് ആവുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിത് കാണിച്ചു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര ഈസിയാണ് എന്നുള്ളതാണ്. ഇച്ചിരി ഇതിനോട് മനസ്സും ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ഈസി ആയിട്ട് വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ ഇച്ചിരി ദൂരെയാണെങ്കിലും ചെയ്തു പോകാം എന്നുള്ളതാണ്. ഒരു സ്വയം പര്യാപ്തമായിട്ട് നമുക്ക് ചെയ്യാം, ആരുടെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനൊരു വരുമാനം കിട്ടും എന്നുള്ളതാണ്. ഇത് ഉപകാരമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ ബ്രോയിലർ ഫാം നടത്തുന്ന ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഉപകാരപ്രദമായി എന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇപ്പോൾ കട്ട് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ട് ഇത് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടും നിങ്ങൾ ഉപകാരമെങ്കിൽ ആവശ്യമുള്ളവർ കാണുക. തേർഡ് പാർട്ടും വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇനിയും എൻ്റെ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്, അതിൽ ചോദിച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനും ഒരു മടിയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓക്കെ.